മുൻമന്ത്രി പി രാജീവുണ്ട്. ശരിക്ക് ഇപ്പോൾ ആർ വി ബാബുവും ശശികലയും ഒക്കെ വർഗീയവാദം കൃത്യമായി പുറത്ത് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ആളാണ്, മുസ്ലിം വർഗീയവാദമൊക്കെ. അങ്ങനെയുള്ള ആളുകൾ മുഖ്യമന്ത്രിയെ പോയി കാണുന്നു, മുഖ്യമന്ത്രി നന്നായി പരിഗണിച്ചു എന്ന് സമൂഹ മാധ്യമത്തിൽ കുറിപ്പിടുന്നു. ഇതൊക്കെ കാണുമ്പോൾ എന്താ തോന്നുന്നു? മാത്രമല്ല ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് RSSൻ്റെയൊക്കെ ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന ആളുകളെയൊക്കെ പ്ലീഡറായി മറ്റും പ്രധാന സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. ഇതിൻ്റെയൊക്കെ ആകത്തുകയായിട്ട് എങ്ങനെ കാണുന്നത്? രണ്ടും രണ്ടായിട്ട് കാണണം. ഒന്നിപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇങ്ങനെയൊക്കെ കാണേണ്ടി വരുന്ന സ്വാഭാവികമായിട്ട് അത്തരം വരാമായിരിക്കാം. പക്ഷേ കേരളത്തിൽ ഇതിനു മുൻപ് നടന്ന കാര്യങ്ങൾ നമ്മൾ നോക്കണം. അന്നത്തെ മുഖ്യമന്ത്രി ഔദ്യോഗികമായി പ്രധാനമന്ത്രിയെ കണ്ടാൽ പിറ്റേ ദിവസം BJP ഡീലായിരുന്നു. അല്ലെങ്കിൽ അന്നത്തെ മുഖ്യമന്ത്രി ഇവിടെ വരുമ്പോൾ ഔദ്യോഗികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ആഭ്യന്തരമന്ത്രിയെ കണ്ടാൽ അത് ഉടൻ തന്നെ പ്രതിപക്ഷം സഭയ്ക്കകത്തും പുറത്തും എല്ലാം മാധ്യമങ്ങളും എല്ലാം പ്രചരിപ്പിച്ചിരുന്നത് ഡീലാണ് എന്ന രൂപത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ നോക്കൂ, സ്വാഭാവികമായിട്ടും പുതിയ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയെ കണ്ടു, അമിത്ഷയെ കണ്ടു. നേരത്തെ ശ്രീ KC വേണുഗോപാൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരെയും ഓഫീസിലെ കാണാറുള്ളൂ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിമാരെ അല്ലെങ്കിൽ മന്ത്രിമാരും, പക്ഷേ വീട്ടിൽ പോയി കാണുന്നുണ്ട്. അത് ഡൽഹിയിലുള്ളവർക്കറിയാം. ചിലപ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് ഓഫീസിലാകാം, മറ്റ് ചിലപ്പോൾ വീട്ടിലായിരിക്കാം. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വീട്ടിൽ പോയി കണ്ടില്ലേ? അതൊന്നും വലിയ ചർച്ചയായില്ലല്ലോ. അപ്പോൾ സാധാരണഗതിയിൽ ഔദ്യോഗിക ചുമതല വഹിക്കുന്നവർ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ടി വരുന്ന കാണേണ്ടി വരുന്ന കാര്യങ്ങൾ ഇത്തരത്തിൽ അവതരിപ്പിച്ചൊരു അന്തരീക്ഷം കേരളത്തിൽ കോൺഗ്രസ് ഉണ്ടാക്കിയതാണ്. ഔദ്യോഗികമായി കാണുന്നത് പോലും ഒരു ഡീൽ, രഹസ്യമായ ബന്ധം എന്ന രൂപത്തിൽ അവതരിപ്പിച്ച ആളുകൾ ഇപ്പോൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ അടുത്ത് നിവേദനമായിട്ട് വരുമ്പോൾ ഇപ്പോൾ മന്ത്രി എന്ന നിലയിൽ നമ്മുടെ അടുത്ത് വരുമ്പോഴും അവരുടെ രാഷ്ട്രീയം നോക്കിയിട്ടോ അവരുടെ ബന്ധം നോക്കിയിട്ടല്ല നിവേദനങ്ങൾ സ്വീകരിക്കുകയും കാണുകയും ചെയ്യുന്നത്. അത് സാധാരണ രീതി തന്നെയാണ്. പക്ഷേ ഇവർ പറഞ്ഞിരുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് നേരെ ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഒരു രീതിയാണ് ഇതിപ്പോൾ ഒരു ചർച്ചയിലേക്ക് എത്തുന്നതിലേക്ക് നയിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ മറ്റു ഭാഗം നോക്കിക്കോളൂ. ഇപ്പം പ്ലീഡർമാരുടെ നിയമനം, എനിക്ക് തോന്നുന്നു ഈ പ്ലീഡർമാരുടെ നിയമനം ഇതുപോലെ നടന്നിട്ടൊരു കാലം കേരളത്തിൽ ഉണ്ടാവില്ല. ഒറ്റയടിക്ക് 13 പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഞങ്ങളുടെ ഗവൺമെൻറ് അവസാന സമയത്ത് ജഡ്ജിമാരുടെ എണ്ണം കൂടിയപ്പോൾ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ആവശ്യം അതിൽ പരിഗണിച്ച് സാമ്പത്തിക നില കൂടി നോക്കി അത്ര പൂർണ്ണമായി അനുവദിക്കാതെ അത്യാവശ്യമായിട്ടുള്ള തസ്തികകൾ ആണ് ഈ തൊഴിൽ സൃഷ്ടിച്ചത്. നമ്മുടെ അധിക സമയമായിട്ടില്ല. അപ്പോഴേക്കും ഒറ്റയടിക്ക് ഇവിടെ ഒരു സീനിയർ GP പോസ്റ്റ് സൃഷ്ടിച്ചു. 12 പോസ്റ്റുകൾ, 3 സ്പെഷ്യൽ GP. ഏവിനാണ് സ്പെഷ്യൽ GP വേണ്ടത് എന്നത് വ്യക്തത വരുത്തിയിട്ടില്ല. ഇവന് സൗകര്യം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതാണ്. ചിലർ ചോദിക്കും പിണറായി എത്ര വകുപ്പ് കൈകാര്യം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കൈകാര്യം ചെയ്തല്ലോ, മറ്റു മുഖ്യമന്ത്രി എത്ര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുടെ എണ്ണമല്ല, വകുപ്പുകളുടെ സ്വഭാവമാണ് പ്രശ്നം. നേരത്തെ നിയമം, ധനകാര്യം, ഇത് രണ്ടുമാണ് ഓട്ടോണമിയുള്ള വകുപ്പ്, പൊതുഭരണവും. ഇത് 3 മാത്രമേ ഉള്ളൂ. ഈ 3 വകുപ്പും കൈകാര്യം ചെയ്യുമ്പോൾ പ്രശ്നമാണ്. ലീഡർമാരെ വേണോ? നിയമവകുപ്പ് അയക്കുമ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കാണും, ഫിനാൻസ് മന്ത്രി നോക്കും. ഇത്ര നമുക്ക് ഇപ്പോഴത്തെ സ്ഥിതിയിൽ താങ്ങാൻ പറ്റുന്നതല്ല, എണ്ണം കുറയ്ക്കാൻ പറ്റുമോ എന്ന് തിരിച്ച് നമ്മളോട് ചോദിക്കും. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ചർച്ച ചെയ്യും, കുറച്ച് എണ്ണം കുറയ്ക്കും. ഇതിപ്പോൾ അതേ വകുപ്പിൽ ഒരു കൈ കൊണ്ട് ഇപ്പുറത്ത് ഒപ്പിടും, മറു കൈ കൊണ്ട് അപ്പുറത്ത് ഒപ്പിടും, അത് തന്നെ പൊതുഭരണ ഉത്തരവായിട്ട് ഇറക്കും. ഇതാണ് ഒരു ചെക്കിംഗ് ബാലൻസ് സംവിധാനം ഇല്ലാതെ പോകുന്നത്. ഇപ്പോൾ ലേബർ, ഹയർ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഫോറസ്റ്റ്, ഹോം, ഇങ്ങനെ ഏത് ഫിഷറീസ്, എത്ര വകുപ്പ് കൈകാര്യം ചെയ്താലും അതല്ല പ്രശ്നം. ഈ 2 വകുപ്പും പൊതുഭരണവും, ഇത് വളരെ പ്രധാനപ്പെട്ട 3 വകുപ്പുകളാണ് റൂൾസ് ഓഫ് ബിസിനസ്. ഈ ചെക്കിംഗ് ബാലൻസ് സംവിധാനം ഓരോന്നിൻ്റെയും വരുന്നത് ഈ വകുപ്പുകൾ വളരെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോഴാണ്. ധനപരമായ ബാധ്യതയും നിയമപരമായിട്ടുള്ള പൊസിഷനും അതിനകത്താണ്. ഇപ്പോൾ 3 വകുപ്പ് മാത്രം എടുത്തുള്ളെങ്കിൽ പോലും അത് പ്രശ്നമാണ്. അതാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ പ്ലീഡർമാർ, ഇപ്പോൾ RSS ബന്ധമുള്ള ആളുകൾ നിയമിച്ചു എന്ന് കോൺഗ്രസ് തന്നെയാണ് പറയുന്നത്. ഈ നിയമനങ്ങളിൽ ഇപ്പോൾ നോക്കൂ, ഈ നിയമനങ്ങളെ സംബന്ധിച്ച് വരുന്ന എല്ലാ കാര്യങ്ങളിലും, അതിവിടെയാകാം, മറ്റ് ചില പോസ്റ്റുകളിലാകാം, RSS ബന്ധമുള്ളവർ വയ്ക്കുന്നു എന്ന് കോൺഗ്രസിനകത്തും ഇന്ന് തന്നെ യൂത്ത് കോൺഗ്രസ്, KSU ആളുകൾ പരസ്യമായ നിലപാട് സ്വീകരിക്കുകയാണ്. അപ്പോൾ അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ആരൊക്കെ തമ്മിലാണ് ഡീൽ ഉണ്ടാക്കിയത് എന്ന് വ്യക്തമാക്കുന്ന നടപടികളായിട്ട് വേണം നമ്മൾ കാണാൻ.